So hello guys, welcome back to Zebra Gaming. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന മൈൻക്രാഫ്റ്റിൻ്റെ സർവൈവൽ എപ്പിസോഡ് പാർട്ട് 2 ആയിട്ടാണ്. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഞാൻ കെട്ടിയ വീട്. ഇത് കെട്ടുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി ഗൈസ്. പക്ഷെ എന്തായാലും ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയും കുറച്ചും കൂടി ഇവിടെ കംപ്ലീറ്റ് ആക്കാനുണ്ട്. അതായത് കോബിൾ സ്റ്റോണൊക്കെ എടുത്ത് മാറ്റി പ്ലാങ്ക് ആക്കണം. പിന്നെ മുകളിൽ അവിടെ സൺഷെയ്ഡൊക്കെ വെക്കാനുണ്ട്. സോ നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതപ്പോൾ ലേറ്റസ്റ്റായിട്ടൊരു പണി കിട്ടി ഗൈസ്. ഒരു ക്രീപ്പർ വന്ന് ഇവിടെ ഒന്ന് പൊട്ടിത്തെറിച്ചു. ഞാൻ ഈ നിലം ഒക്കെ ഇതാക്കി, ഇവിടെ വെച്ച ഗ്ലാസും ഇതൊക്കെ പോയിട്ടോ, ഇവിടുത്തെയും ഗ്ലാസ്സൊക്കെ പോയി. നമുക്ക് എന്തായാലും ഫെൻസസ് കെട്ടണം, അതായത് ചുറ്റും നമുക്ക് ഫെൻസസ് കെട്ടണം. എന്നാൽ തന്നെ ഇതിൻ്റെ ഒരു ശല്യം ഇല്ലാണ്ട് ഇരിക്കുള്ളൂ. അതിന് നമുക്ക് ഡർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇവിടെ സെറ്റാക്കിയാൽ ഇതൊക്കെ കാണുമ്പോൾ കിട്ടും. പിന്നെ മുകൾ ഭാഗത്ത് നമ്മൾ ഇവിടെ ഒരു ഇതാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ എന്തായാലും ഓട്ടം ഇതായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റെയേഴ്സ് ഉണ്ട്, ഇവിടെ ഒരു സ്റ്റെയേഴ്സ് ഇങ്ങനെയാണ് വെച്ചേക്കുന്നത്. ഇതിൻ്റെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് ആക്കിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ സ്റ്റോറേജ് സ്പേസ് ആക്കാൻ പോവാണ്. കാരണം ഇവിടുത്തെ പണിയൊന്നും തീർന്നിട്ടില്ല, എന്തായാലും മുകളിലത്തെ പണി തീർന്നിട്ട് ബാക്കി ഇനി ഇവിടെ ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. അതിനുള്ളിൽ തന്നെ നമുക്ക് മൈനിങ്ങിൻ്റെ സ്പേസും വെക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതാണ്, ഓക്ക് പ്ലാന്റ്സ് ആണ്. ഞാൻ പിന്നെ കുറച്ച് മൈനിങ്ങിനൊക്കെ പോയിട്ട് അയണൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക്. സോ നമുക്കിനി പ്ലാങ്ക്സ് എടുക്കണം. കയറത്തില്ല, ഈ മഷ്റൂമൊക്കെ തന്നിട്ടില്ല. എൻ്റെ വീടില്ല, അങ്ങോട്ടോ. ഇന്നലെ നമ്മൾ വീടിൻ്റെ അടിത്തറ മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് ശരിക്കും ഇത് പാർട്ട് 3 ആകേണ്ടതാണ്. ഞാൻ ആ ഒരു പാർട്ട് ഷൂട്ട് ചെയ്യാൻ മറന്നു. അപ്പോൾ അതായത് ഞാൻ എല്ലാം ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യാൻ മറന്നു. അടുത്ത പണി പിക്കാക്സ് ഫുള്ളായി പൊട്ടിയിട്ടുണ്ട്. എന്തായാലും കുറച്ച് ലാസ്റ്റ് ചെയ്യേണ്ടി വരും. എങ്ങനെയെങ്കിലും ഇത് കൊണ്ടുപോകണം. പിക്കാക്സ് അല്ല, ആക്സ് പൊട്ടിയിട്ടുണ്ട്. കാരണം നമുക്ക് ആവശ്യത്തിനുള്ള വെപ്പൊക്കെയുള്ള ആവശ്യം നിറവേറ്റണമല്ലോ. നമുക്ക് ആദ്യം അത് ചെയ്യാം. മുകൾ ഭാഗമൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഫാം വരുന്നത്. ഇവിടെ സ്റ്റെയേഴ്സും വെക്കണം ഗൈസ്. അതിൻ്റെ ഇവിടുത്തെ ഇൻറ്റീരിയർ പണിയൊക്കെ ചെയ്യണം. സാധനം ഓക്കെ. ഇതടച്ചിടാം. ഇവിടുത്തൊക്കെ ഗ്ലാസ് പോയിട്ടോ. ഈ ഗ്ലാസ്സൊക്കെ എങ്ങനെയൊക്കെയോ ഉണ്ടാക്കിയതാണ്. മീൻസ് കത്തിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് ഈ ഗ്ലാസ്സുകൾ. പ്ലാങ്ക്സ് കത്തിച്ചിട്ടാണ് ഗ്ലാസ് ഉണ്ടാക്കിയത്. കോള് മൈനിങ്ങിന് പോകാൻ പറ്റുന്നുണ്ട്. അത്രയും സോംബീസൊക്കെയാണ്. ഇതൊക്കെ പൊട്ടി നാശമായി പറഞ്ഞിട്ട് വരില്ല. അവിടെ ഒരു ഇതായിരുന്നു, അതൊക്കെ നമ്മളെടുത്ത് മാറ്റേണ്ടി വരും. കാരണം മൊത്തം പൊട്ടി, വീടിൻ്റെ സ്റ്റൈലേ മാറി. ആ ക്രീപ്പർ 2 പ്രാവശ്യം വന്ന വീട് മൊത്തമായി മറിച്ച് ഫുള്ള് തരിപ്പണായി. കഴിഞ്ഞ എപ്പിസോഡ് മീൻസ് ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നത്. കഴിഞ്ഞ ഇതിൽ ഞാൻ പതിവ് പോയുണ്ട്. ഈ വീടിൻ്റെ പണിയൊക്കെ ഏകദേശം ഇങ്ങനത്തെ ലെവലിലാക്കി കഴിഞ്ഞപ്പോൾ ഒരു ക്രീപ്പർ വന്നു
എന്നിട്ടൊരു പൊട്ടിക്കൽ. അത് ഇവിടെ നിന്ന് തന്നെയാണ്. ഇവിടെ മൊത്തം പോയി. അത് ഈ സൈഡായിരുന്നു, ഇവിടെ ഒരു സൈഡായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് പൊട്ടിത്തെറിച്ച് ഇവിടെ മൊത്തം പോയി. എന്താ ഞാൻ കഷ്ടപ്പെട്ട് പിന്നെയും ബിൽഡ് ചെയ്തു. മുകൾ ഭാഗം ഇനി നമുക്ക് രണ്ട് ഭാഗമായിരുന്നു ചാക്കാം. ഇതിനെ മാറ്റിട്ട് കോബിൾ സ്റ്റോൺ മാറ്റിയിട്ട് നമുക്ക് പ്ലാന്റ് ആക്കണം. അതിൻ്റെ അവിടെ ഫെൻസസ് വെക്കണം, അതായിരിക്കും നല്ലത്. ഫെൻസസും വെക്കണം, 3 സ്ലാബും വെക്കണം. സ്ലാബ് നമുക്ക് ഇത്തിരി ഹൈറ്റിൽ ഇങ്ങനെ വെക്കാം. അങ്ങനെ വെക്കുമ്പോൾ സ്ലാബും കിടക്കും. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ഇതാക്കി എടുക്കാം. നമുക്ക് ഫെൻസസ് 6 മതിയാവില്ല, 9 മതിയാവും. 12 കുഴപ്പമില്ല ഗൈസ്. നമുക്ക് ഫെൻസസിന് ആവശ്യമുണ്ടല്ലോ എന്തായാലും. ഇനി നമുക്ക് എന്താ വേണ്ടിയത്? സ്ലാബ് ഒരു 6 വേണം, 12 മതിയല്ലോ. ഓക്കെ. ഇരുട്ടാകുമ്പോൾ വേഗം പോയി കിടന്നുറങ്ങണം. അയ്യോ, ബെഡ് ഡ്യൂറിങ് തണ്ടർ സ്റ്റോം. എവിടെ തണ്ടർ? അവിടെ മറ്റേവൻ വരുന്നുണ്ട്. മറ്റേ എൻ്റർമെൻ കണ്ണീക്ക് നോക്കണ്ട. അങ്ങോട്ടോ ഉണ്ട്. എവിടെ? ഇത് പിന്നെ സ്ലാബ്. ഓക്കെ ഗൈസ്, 12 തികയൂല. ഇതെല്ലാം പിന്നെ മുകളിൽ ഭാഗം. ഇങ്ങനെ സെറ്റ് ചെയ്യണ്ടല്ലോ. അയ്യോ, അത് അവിടെ വീണ്. കുഴപ്പമില്ല, അങ്ങനെ താഴെ വെച്ച് കൊടുക്കാം. ഓക്കെ, വെച്ചിട്ട് അത്യാവശ്യം ഉണ്ടല്ലോ. നമുക്ക് 2 സൈഡ് വെച്ച് കൊടുക്കാം. എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും മൊത്തം കവർ ചെയ്യണല്ലോ. ഓക്കെ, 1 2 3 4 5 5 ഇൻറ്റു 22 5 24 എണ്ണം വേണം. സോ നമുക്ക് അയണുണ്ടോ? എൻ്റെ അടുത്ത് അയണില്ല ഗൈസ്. സ്റ്റോൺ ആക്സും കൊണ്ട് പോവാം. വേറെ ഇതൊന്നുമില്ല. പ്ലാങ്ക് ഉണ്ട് അറിയുന്നു. പക്ഷെ ആ പ്ലാങ്കിങ് കൊണ്ട് അധികം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നാണ് എനിക്കറിയില്ല. ഉണ്ടാക്കാൻ പറ്റില്ല. ഭ്രാന്തത്തെ ടച്ച് ആണ് ഗൈസ്. 13 കിട്ടിയിട്ട് 1 2 3 4 24 കറക്റ്റ് കിട്ടിയില്ലേ? കറക്റ്റാക്കി. ഇതിന് ബ്ലോക്കാവും. ഇല്ല, ബ്ലോക്കായില്ല. നല്ല കിട്ടി. നല്ല
ഓ അപ്പുറത്തോട്ട് ചോഴ എടുക്കാൻ പറ്റത്തില്ല. ഇത് കൂടെ പ്ലേസ് ചെയ്യാം. ഇതിന് മുകളിൽ പ്ലേസ് ചെയ്യുമ്പോൾ ഇതിന് മുകളിൽ ചെടി ഇങ്ങോട്ട് ചേരാൻ പറ്റില്ലോ. ഇത് ഇവിടെ വന്നതാണ്. നമുക്ക് ഇത് വെച്ചിട്ട് പോവാം. ഒരെണ്ണത്തിൻ്റെ എണ്ണ ഓടി ഇരിക്കുന്നില്ല. ഹേബേലും കൊണ്ട് സീനല്ലേ. ഇവിടേക്ക് ഒരെണ്ണം വേണം. പക്ഷെ അത് ചെക്ക് ചെയ്യാൻ കുറേ വേണം. ഇനി നമുക്കൊരു 5 എണ്ണം വേണം. എന്തായാലും നമ്മൾ എങ്ങോട്ടാണ് പോണത്? മരം വെട്ടണം. മരം തപ്പം തന്നെ വെട്ടിയേക്കാം. മരം കുറേ വെട്ടാനുണ്ട് ചേച്ചി. അപ്പോൾ നമുക്ക് കാട്ടിൽ പോയിട്ട് വെട്ടിയതിന് ശേഷം വരാം. അതൊരു ടൈം ലാപ്സ് കണ്ടോളൂ. एक वरम है. ഹായ് പൂച്ച. എന്നോട് പൂച്ചയുണ്ടല്ലോ. നമുക്ക് എന്തായാലും പൂച്ചനെയും കൂടി രക്ഷിക്കാം. ആ പൊട്ടനോടെ അവനെൻ്റെ കൂടിയുണ്ട്. മഴ പെയ്യുന്നത് നമ്മുടെ വീട്ടിൽ പോകണം. മഴ ഇതിലോട്ട് ഗ്ലാസ് വെക്കേണ്ടി വരും. മഴ പോയിട്ട് രണ്ടിനോട് അങ്ങോട്ട് കളിക്കണം. ചത്തില്ല. അപ്പം ചത്ത്. അവൻ ചത്ത്. എന്നെക്കൊല്ലാൻ പറ്റില്ല. എന്നെ വിട്ട് അമ്പതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു പ്രാവശ്യം ചത്ത് എണീച്ച്. നമുക്ക് അമ്പൊന്നിലൊക്കെ കിട്ടി. എന്താ നിങ്ങൾ കേട്ടത്? എൻ്റെ ഇവിടെ നല്ല കാറ്റടിയുണ്ട്. എൻ്റെ റിയൽ ലൈഫിൽ ഇവിടെ നല്ല കാറ്റടിയുണ്ട്. ഇവിടെ സേഫ്റ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ വെക്കേണ്ടി വരും. നമ്മൾ മരം വെട്ടാൻ പോയതല്ലേ. ആയി പൂച്ച നന്നുണ്ടില്ലേ. നമുക്ക് പെറ്റാക്കിയൊരു മീനുണ്ടോ? മീനൊക്കെ തല്ലിക്കൊല്ലായിരുന്നു. ഇവിടെ മൊത്തം പൂച്ചയാണ് ഗൈസ്.
നമുക്ക് എന്താ വേണ്ടി ഇപ്പോൾ പ്ലാങ്ക്സ്. അമീതോ ചക്ക് 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 ലുട്ട് പുട്ടുകയാ ഇന്നും പുട്ടാ. ആ പുട്ട് തീർന്ന്. ഹൈ എന്തൊരു സൗണ്ട്, എന്ത് രസം, ആ മധുര രസം നമ്മൾ കാണും രസം ഏകാന്തതയുടെ മഴവിൽ പൂക്കാലവും നീ എന്തിനോ. ഞാൻ ഏത് ഈ പാട്ട് പാടുന്നു? എനിക്ക് ഇഷ്ടമില്ലാത്തത് അടിച്ച പോയിണ്ടേ എങ്ങനെ ഇരിക്കണം? നമ്മൾ മറന്നില്ലേ ആ കാര്യം? ഞാൻ മറന്നു. ഞാൻ മണ്ടൻ. ഞാനിപ്പോ കുസ്മളം വന്നു. ആറൊന്നൊന്നും വേണ്ടല്ലോ. ഓ ദേഷ്യം നിന്നെ ഞാൻ ആറെണ്ണം വേണമായിരുന്നല്ലേ? വേലായുധാ. ആ പടക്കം പൊട്ടുണ്ട്. ഹോയ് കരക്ക് എൻ്റെ മോനെയാണ് എൻ്റെ സംഭവം തന്നെ. ലുക്കിൻ്റെ വീഡിയോ കാണാൻ ചെറിയ ലുക്കൊക്കെ ഈ ലുക്ക് മതി. ഇനി നോക്കാം ലുക്കായില്ലേ? വല്ലാതെ അങ്ങനത്തെ തന്നെ പേര് വരുവാണ്. ഇത്രയെങ്കിലും പണി തരുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്. ഇവിടെ നമുക്ക് ഗ്ലൗസസ് വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ 2 ഗ്ലൗസ് ഇങ്ങനെ വെക്കാം. എന്നിട്ടൊരു വാതിൽ കൂടെ വെക്കാം. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് അറ്റാക്കൊന്നും കിട്ടില്ല. അത് നല്ല ഇല്ല. പിന്നെ നമുക്ക് ഇവിടെ നിന്നൊരു വാതിൽ വേണ്ട. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എങ്ങനെയൊക്കെ ഇറങ്ങാനുള്ള സ്ഥിതി വേണമല്ലോ. ഇവിടെ നമുക്ക് പൊട്ടിക്കാം. ആളെ പൊട്ടിക്കണമെന്നെ പറ്റിയില്ല. ജലദോഷം. തുമ്മി ഞാൻ ഇന്നൊരു വഴിയായി. 100-ലധികം സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒടുക്കത്തെ ജലദോഷം. പോരാ, 6 എടുക്കാം. അപ്പോഴാണ് റെഡിയാക്കുകയും 3 തയ്ക്കില്ല. ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെയും കയറാം. വെളിയിൽ സ്റ്റെപ്പും ഉണ്ട്. സ്റ്റെപ്പ് സ്വന്തമായിട്ടുള്ള സ്റ്റെപ്പാണ്. നമുക്ക് ഞാൻ ക്ലേ എടുത്തിട്ടുണ്ടായിരുന്നു. അതാ ക്ലേ കൊണ്ട് എന്തുണ്ടാക്കാൻ പറ്റും? ക്ലേ പോട്ട് ഉണ്ടാക്കണം. ഓക്കെ, 20 മിനിറ്റായി. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സീബ്ര ഗെയിമിംഗ്.
ബൈ ബൈ.